നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് കോസസ് ഫോർ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണ കാരണങ്ങളാണ്. പേജ് നമ്പർ 190. Why did Soviet Union disintegrate? This question is very relevant even today because we have to learn certain lessons from the fall of this country. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെട്ടത്? ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൽ നിന്ന് പൊതുവായ ചില പാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. The important causes for the disintegration of Soviet Union are the internal weakness of the Soviet political system, the internal weakness of the Soviet economic system, the growth of nationalism, and the desire for sovereignty within the republics. Next, reforms of Gorbachev. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: ഒന്ന്, സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം, അതായത് രാഷ്ട്രീയ കാരണങ്ങൾ. രണ്ടാമത്തെ, സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ. മൂന്നാമത്തെ കാരണമാണ് ദേശീയതയുടെ വളർച്ചയും റിപ്പബ്ലിക്കുകളുടെ പരമാധികാര മോഹവും. നെക്സ്റ്റ്, ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ. ഇനി കാരണങ്ങൾ, കോസസ്, നമുക്ക് ഓരോന്നും എക്സ്പ്ലനേഷൻ സഹിതം നോക്കാം എന്താണെന്ന്. കാരണം സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷൻ, തകർച്ചക്കുള്ള കാരണങ്ങൾ ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണത്. അപ്പോൾ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്താണ് പൊളിറ്റിക്കൽ കോസസ്. ആൻറ്റി ഡെമോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പാർട്ടി, dominance of bureaucracy and corruption were the major political drawbacks which ultimately led to the disintegration of Soviet Union. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള തകർച്ചക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സോവിയറ്റ് രാഷ്ട്രീയ വ്യവസ്ഥയുടെ ദൗർബല്യം, അതായത് ജനാധിപത്യ വിരുദ്ധത, പാർട്ടി ഏകാധിപത്യം, ഉദ്യോഗസ്ഥ മേധാവിത്വം, അഴിമതി എന്നിവയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങൾ. There was no democracy in Soviet Union. People were not given the freedom of expression. They were also denied of civic rights. Every dissent was considered as an act of treason. The anti-democratic activities of the government made the civic life miserable. അപ്പോൾ ജനാധിപത്യ വിരുദ്ധത എന്തൊക്കെയാണെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയനിൽ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. അതായത് കുറേ കാലം മുമ്പ് തന്നെ, അതായത് സ്റ്റാലിൻ്റെ ഭരണകാലം മുതൽ തന്നെ ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. പിന്നെ പ്രസിദ്ധീകരണങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അഭിപ്രായ വ്യത്യാസങ്ങളെ രാജ്യദ്രോഹമായിട്ട് ചിത്രീകരിച്ചു. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ പൗരജീവിതം ദുസ്സഹമാക്കി. അപ്പോൾ ജനങ്ങൾ പലരും അവരുടെ എതിർപ്പുകളൊക്കെ ഫലിതങ്ങളിലൂടെയൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. Soviet Union was under the one-party dictatorship of the Communist Party. The party had strict control on every institution. The party that had ruled Soviet Union for more than 70 years was not accountable to the people. The party bureaucrats gained more privileges than ordinary citizens. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകകക്ഷി മേധാവിത്വമാണ് നിലനിന്നിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ സ്ഥാപനങ്ങളുടെ മേലും കടുത്ത നിയന്ത്രണമുണ്ടായിരുന്നു. അതായത് ഒരു ഏകകക്ഷി ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് അധികാരത്തിലിരുന്നത്. 70 വർഷത്തിലധികം സോവിയറ്റ് യൂണിയൻ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും പുലർത്തിയിരുന്നില്ല. പിന്നെ പാർട്ടി ബ്യൂറോക്രാറ്റുകൾ സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയിരുന്നു. സോവിയറ്റ് യൂണിയനെ രൂപപ്പെടുത്തിയ 15 വ്യത്യസ്ത റിപ്പബ്ലിക്കുകളിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അഭിലാഷങ്ങളെ അംഗീകരിക്കാനും പാർട്ടി വിസമ്മതിച്ചു. അതായത് 15 റിപ്പബ്ലിക്കുകൾ അടങ്ങിയ ഒരു ഫെഡറേഷനായിരുന്നു സോവിയറ്റ് യൂണിയൻ.
അപ്പോൾ അവർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, സ്വയം അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നല്ല, അവരുടെ അഭിപ്രായങ്ങളെയൊന്നും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് കണക്കിലെടുത്തില്ല. The political and economic system of Soviet Union was controlled by the corrupt bureaucrats. They also engaged in black marketing. The intolerable corruption and stagnation in administration alienated the people from the government. അപ്പോൾ സോവിയറ്റ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിച്ചിരുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ മേധാവികളായിരുന്നു. ഈ കരിഞ്ചന്തയും അതേപോലത്തെ ഭരണരംഗത്തെ അസഹ്യമായ അഴിമതിയും മെല്ലെപ്പോക്കും സാധാരണ ജനങ്ങളെ ഗവൺമെൻറ്റിൽ നിന്നും അകറ്റി. അതായത് സോവിയറ്റ് വ്യവസ്ഥയുടെ തെറ്റുകൾ തിരുത്താനുള്ള കഴിവില്ലായ്മയും പാർട്ടി ബ്യൂറോക്രാറ്റുകൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കൈയടക്കുകയും ചെയ്തു. സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അവർ കൈയടക്കി. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണ നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായി. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ കാരണങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള രാഷ്ട്രീയ കാരണങ്ങൾ. ഇനി നമുക്ക് എക്കണോമിക് കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ. എക്കണോമിക് കോസസ്. സോവിയറ്റ് എക്കോണമി ബിഗാൻ ടു എക്സ്പീരിയൻസ് എ സീരിയസ് സ്റ്റാഗ്നേഷൻ. ദി പ്രോബ്ലംസ് ലൈക്ക് ദി backwardness in technology and the scarcity of consumer products destroyed the dynamics of Soviet economic system. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സാമ്പത്തിക രംഗത്തെ പരാജയം. അതായത് 1970കളുടെ അവസാനത്തോടെ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ നേരിട്ടുകൊണ്ടിരുന്ന ആന്തരിക ദൗർബല്യങ്ങൾക്ക് വർദ്ധിക്കാൻ തുടങ്ങി. സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ മുരടിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. സാങ്കേതിക വിദ്യയിലെ പിന്നോക്കാവസ്ഥ, ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം എന്നീ പ്രശ്നങ്ങൾ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചലനാത്മകത നഷ്ടപ്പെടുത്തി. ഇൻ ടെക്നോളജി, സോവിയറ്റ് യൂണിയൻ വാസ് far behind the Western countries. The Soviet leadership failed to improve the production by using new technology. Consequently, Soviet industrial production became old-fashioned. സാങ്കേതിക വിദ്യയുടെ വികാസ കാര്യത്തിൽ സോവിയറ്റ് യൂണിയൻ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വളരെ പുറകിലായിരുന്നു. അതായത് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദനത്തെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ സോവിയറ്റ് നേതൃത്വം പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും റഷ്യൻ വ്യാവസായികോൽപാദനം പഴഞ്ചനായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും സോവിയറ്റ് യൂണിയൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പുറകിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഗേവ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ഹെവി ഇൻഡസ്ട്രീസ്. ഇറ്റ് ഇഗ്നോർഡ് ദി പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. The consumer products produced in Soviet Union were not sufficient for the country. They did not have good quality also. The scarcity of consumer products and its low quality ruined the faith of the people in the Soviet system. ഖനവ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന സോവിയറ്റ് യൂണിയൻ ഉപഭോഗ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഇലക്ട്രോണിക് വിപ്ലവത്തെ തുടർന്ന് മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും ആഭ്യന്തര വിപണികൾ കീഴടക്കുന്ന കാഴ്ച സോവിയറ്റ് യൂണിയൻ അവഗണിച്ചു. അതോടെ റഷ്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉപഭോഗ വസ്തുക്കൾ ആവശ്യത്തിന് തികഞ്ഞിരുന്നില്ല. മാത്രമല്ല അവിടെ ഉൽപ്പാദിച്ചിരുന്ന വസ്തുക്കൾക്ക് ഗുണമേന്മയും കുറവായിരുന്നു. ഇത് ജനവിശ്വാസം കുറയുന്നതിന് കാരണമായി. Soviet Union faced setbacks in agricultural production also. Import of food grains increased every year. The country even faced the miserable condition of depending on American wheat. സോവിയറ്റ് യൂണിയൻ ഭക്ഷ്യോൽപാദനത്തിലും തകർച്ചയെ നേരിട്ടു. ഭക്ഷ്യ ഇറക്കുമതി ഓരോ വർഷവും വർദ്ധിച്ചു. അമേരിക്കൻ ഗോതമ്പിനെ പോലും ആശ്രയിക്കേണ്ട ഗതികേട് രാജ്യത്തിനുണ്ടായി. അങ്ങനെ കാർഷിക മേഖലയിലും മുരടിപ്പ് വ്യാപകമായി. There are certain explicit reasons for the Soviet system to become weak and stagnant. The Soviet economy used most of its resources in making and preserving nuclear weapons and the development of the
സാറ്റലൈറ്റ് കൺട്രീസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. സോവിയറ്റ് വ്യവസ്ഥ ദുർബലമാകുന്നതിനുള്ള മറ്റ് വ്യക്തമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. സോവിയറ്റ് സമ്പദ്വ്യവസ്ഥ അതിൻ്റെ വിഭവങ്ങളിൽ കൂടുതലും ചെലവഴിച്ചത് ആണവായുധ സൈനിക ആയുധപ്പുരകൾ നിലനിർത്തുന്നതിനും കിഴക്കൻ യൂറോപ്പിലെ ഉപഗ്രഹ രാജ്യങ്ങളുടെ വികസനത്തിനുമാണ്. സോവിയറ്റ് വ്യവസ്ഥയിലെ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് 5 മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളുടെ വികസനത്തിനായും ഭീമമായ തുക ചെലവഴിച്ചു. ഇത് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുകയും സമ്പദ്വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്ത കാരണമാണ് ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വളർച്ച. USSR was a union of 15 republics, but Russia, one of the republics of the USSR, dominated everywhere. The people of other republics had the feeling that they were ignored and suppressed. Racial unrest and sectarian tendencies began to develop among them. The immediate cause for the disintegration of USSR was the rise of nationalism in the republics like Russia, Ukraine, Georgia and Baltic republics. ദേശീയതയുടെ വളർച്ച. സോവിയറ്റ് യൂണിയനിലെ റിപ്പബ്ലിക്കുകൾക്കിടയിൽ വളർന്നു വന്ന ദേശീയ ബോധമാണ് തകർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15 റിപ്പബ്ലിക്കുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ഒന്നായ റഷ്യ എല്ലായിടത്തും മേധാവിത്വം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും അടിച്ചമർത്തപ്പെടുകയാണെന്ന തോന്നൽ മറ്റ് റിപ്പബ്ലിക്കുകൾക്കിടയിലെ ജനങ്ങളിൽ ശക്തമാകാൻ തുടങ്ങി. വംശീയ അസ്വസ്ഥതകളും വിഭാഗീയ പ്രവണതകളും അവർക്കിടയിൽ വളർന്നു വന്നു. റഷ്യ, ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ, ഉക്രൈൻ, ജോർജിയ തുടങ്ങിയ റിപ്പബ്ലിക്കുകൾക്കിടയിൽ ഉയർന്നു വന്ന ദേശീയ ബോധവും പരമാധികാര മോഹവുമാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു കാരണം. ഇനി അടുത്ത കാരണമാണ് ഗോർബച്ചേവ് ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ, ഗോർബച്ചേവും ശിഥിലീകരണം, അതായത് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ. Reforms of Gorbachev. The 6 years which really shook the world began in 1985 when Mikhail Gorbachev became the General Secretary of the Communist Party. Realizing the problems faced by the country, Gorbachev introduced certain revolutionary changes. He tried to restructure the Soviet system through his new policies of glasnost and perestroika. അപ്പോൾ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നത് 1985 മിഖായിൽ ഗോർബച്ചേവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതോടെയാണ്. സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം വിപ്ലവകരമായ ചില പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ അദ്ദേഹം സോവിയറ്റ് വ്യവസ്ഥയെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നിവ. ദ ഇമ്പോർട്ടൻറ്റ് എയിംസ് ഓഫ് ഗോർബച്ചേവ് ആർ: ഫസ്റ്റ് വൺ, ടു റേസ് സോവിയറ്റ് യൂണിയൻ ഈക്വൽ ടു ദി വെസ്റ്റേൺ കൺട്രീസ് ത്രൂ റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. സെക്കൻഡ്, to normalize the relations with the Western countries. Third, to democratize and modernize Soviet Union. അപ്പോൾ ഗോർബച്ചേവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു, അതായത് സോവിയറ്റ് യൂണിയനെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഗോർബച്ചേവ് നടപ്പിലാക്കിയ ചില അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു: ഒന്ന്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവരസാങ്കേതിക വിപ്ലവങ്ങളിൽ സോവിയറ്റ് യൂണിയനെ ഒപ്പമെത്തിക്കുക. മറ്റൊന്നാണ്, പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുക. മൂന്നാമത്തെ, സോവിയറ്റ് യൂണിയനെ ജനാധിപത്യവൽക്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുക. Gorbachev permitted the East European countries of the Soviet bloc to act independently. Consequently, the people of the East European countries started agitations against their own governments and Soviet control. Unlike in the past, the Soviet Union neither interfered
nor send military force to suppress these agitations. The communist governments in East European countries collapsed one after the other. ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. സോവിയറ്റ് ചേരിയുടെ ഭാഗമായ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഗോർബച്ചേവ് അനുവദിച്ചു. ഇപ്പോൾ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനാധിപത്യത്തിനു വേണ്ടി അവരുടെ ഗവൺമെൻറ്റുകൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. ഈ പ്രക്ഷോഭത്തിന് പതിവിന് വിപരീതമായിട്ട് സോവിയറ്റ് യൂണിയൻ ഈ പ്രക്ഷോഭങ്ങളിൽ ഇവിടെ ഇടപെടുകയോ സോവിയറ്റ് സൈന്യത്തെ അയക്കുകയോ ചെയ്തില്ല. ജനകീയ പ്രക്ഷോഭങ്ങളിൽ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തകർന്നു വീണു. ദി സോവിയറ്റ് റിപ്പബ്ലിക്സ് സ്റ്റാർട്ടഡ് ഓപ്പൺ agitations for independence and self-government. The agitations spread rapidly in the Baltic republics of Lithuania, Latvia and Estonia. In March 1990, Lithuania declared independence. Soon the other two republics also declared independence. ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളിൽ സോവിയറ്റ് യൂണിയൻ തകരാൻ തുടങ്ങി. ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്നിവിടങ്ങളിൽ പ്രക്ഷോഭം ശക്തമായി. 1990 മാർച്ചിൽ ലിത്വാനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അതിനു പുറകെ മറ്റു 2 ബാൾട്ടിക് റിപ്പബ്ലിക്കുകളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. As the republics started declaring independence, Gorbachev had lost control over Soviet Union. In August 1991, there was an attempt of to overthrow Gorbachev with the support of the conservatives in the Communist Party. A section of communists under the leadership of Yanayev overthrew the government and kept Gorbachev under house arrest. When Boris Yeltsin, the president of Russian Republic, came forward in opposing this coup, people rallied behind him. The communist leaders were forced to surrender, admitting their defeat. Once again, Gorbachev became the president. All these incidents badly affected his fame. ഈ റിപ്പബ്ലിക്കുകളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ ഗോർബച്ചേവിന് സോവിയറ്റ് യൂണിയൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ 1991 ഓഗസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യാഥാസ്ഥിതികരുടെ പ്രോത്സാഹനത്തോടെ സോവിയറ്റ് യൂണിയൻ ഒരു അട്ടിമറി ശ്രമം നടന്നു. ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ യാനായേവിൻ്റെ നേതൃത്വത്തിൽ ഭരണം അട്ടിമറിക്കുകയും ഗോർബച്ചേവിനെ തടവിലാക്കുകയും ചെയ്തു. ഈ സമയത്ത് റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബോറിസ് എൽസിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അട്ടിമറിയെ പരാജയപ്പെടുത്താൻ മുന്നോട്ട് വന്നു. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടു. ഇങ്ങനെ ഗത്യന്തരമില്ലാതെ അട്ടിമറി നേതാക്കൾ തോൽവി സമ്മതിച്ച് കീഴടങ്ങുകയും ഗോർബച്ചേവ് വീണ്ടും പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. പക്ഷേ ഈ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ചു. After these developments, the Russian Republic began to shake off centralized control. ഈ സംഭവവികാസങ്ങളോടെ കേന്ദ്ര നിയന്ത്രണത്തിന് ഇളക്കം തട്ടി. As the republic started declaring independence, Gorbachev had lost control over Soviet Union. By November 1991, 13th of the 15th republics of Soviet Union had declared their independence. Gorbachev resigned from the office of the president on 25th December 1991. The Communist Party of the Soviet Union was banned. The post-Soviet republics followed the path of capitalism and democracy. Russia was generally recognized as the successor of Soviet Union. Russia also got the Soviet seats in the UN Security Council. It accepted all the international treaties and commitments made by the Soviet Union. 1991 നവംബറോടെ സോവിയറ്റ് യൂണിയനിലെ 13 റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഡിസംബറിൽ സോവിയറ്റ് യൂണിയനിലെ 3 റിപ്പബ്ലിക്കുകളായ റഷ്യ, ഉക്രൈൻ, ബെലാറസ് എന്നിവ യെൽസിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ തിരോഭവിച്ചതായി, അതായത് തകർന്നതായി പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയനിൽ നിന്നും വിട്ടുപോന്ന റിപ്പബ്ലിക്കുകൾ സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് CSI എന്നൊരു പുതിയ യൂണിയൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.
1991 ഡിസംബർ 25 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ഇതോടെ സോവിയറ്റ് യൂണിയൻ ഔപചാരികമായി ഇല്ലാതാവുകയും ആ സ്ഥാനത്ത് 15 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. സോവിയറ്റാനന്തര റിപ്പബ്ലിക്കുകൾ മുതലാളിത്തത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പാത പിന്തുടർന്നു. സോവിയറ്റ് യൂണിയൻ്റെ പിൻഗാമിയായി റഷ്യ അംഗീകരിക്കപ്പെട്ടു. UN സുരക്ഷാ സമിതിയിൽ സോവിയറ്റ് യൂണിയനുണ്ടായിരുന്ന സ്ഥിരാംഗത്വം റഷ്യക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ അന്താരാഷ്ട്ര ഉടമ്പടികളും ബാധ്യതകളും റഷ്യ ഏറ്റെടുത്തു. ഇതോടെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച പൂർണ്ണമായി.